ജനിച്ചപ്പോൾ തന്നെ അകത്തേക്ക് വളർന്ന ആ ഇപ്പോഴോ എന്നിട്ട് ജനിച്ചപ്പോൾ അങ്ങനെ ജനിക്കുന്നതിന് കാൽപാദം വളഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ജനിച്ച് 2 ദിവസം കഴിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് നോക്കി. പ്ലാസ്റ്റർ ഇട്ട് കാര്യം വിടുന്നില്ലായിരുന്നു. പ്ലാസ്റ്റർ ഇട്ടുമ്പോൾ വീണ്ടും പഴയ പടി തന്നെ പോവുക. അങ്ങനെ പിന്നെ പ്ലാസ്റ്റർ ഇട്ടില്ല. പിന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ ചെയ്യേണ്ട, പിന്നെ റിസ്ക് ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ ചെയ്തില്ല. പിന്നെ അങ്ങനെ 2 വയസ്സായപ്പോൾ ഭരണങ്ങാനത്ത് പോകുന്നു. ഭരണങ്ങാനത്ത് പോയി അവിടെ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് എന്നെ കബളത്തിൽ കിടത്തി പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് വീട്ടിൽ പുരുഷരുടെ സമയത്ത് എനിക്ക് നിലത്ത് ഇങ്ങനെ ഇരിക്കാനേ പറ്റത്തില്ല. എന്നിട്ട് നടക്കുന്ന സമയമായിട്ടും നടക്കാൻ പറ്റത്തില്ല. എനിക്ക് വരെ ഇല്ലാതെ നടക്കത്തില്ല. അതുകൊണ്ട് പിന്നെ നിലത്തിങ്ങനെ ഇരിക്കുമായിരുന്നു പുരുഷരുടെ സമയത്ത്. അങ്ങനെ പെട്ടെന്ന് എനിക്ക് അന്ന് പോയ അന്ന് ഭരണങ്ങാനത്ത് പോയ അന്ന് തന്നെ പെട്ടെന്ന് ചാടി പിന്നെ ഓടാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. നോർമലായിട്ട് തന്നെ നടക്കാൻ തുടങ്ങി. ഡോക്ടർമാരെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഡോക്ടർമാരുടെയും പിന്നെ ടെസ്റ്റ് ഉള്ളൂ. അവർക്ക് എന്ത് വേറൊന്നും പറയാനില്ല. ഡിസോർഡർ ഉണ്ടായിരുന്നു. അവർ ഡിസോർഡർ അങ്ങനെ എന്തോ ഒരു രോഗത്തിൻ്റെ പേര് അവർ പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാകുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൗഖ്യം വരുമ്പോൾ സൗഖ്യം പറഞ്ഞ് അത് ഇവർക്ക് വേണ്ടിയിരുന്നത്, റൂമിന് വേണ്ടിയിരുന്നത് ഇത് മെഡിക്കൽ സയൻസിന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് അവർക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെ അവർ തന്നെ ടെസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ സയൻസിന് ഒഴുതൊട്ടി. അപ്പോൾ ജലീല ബ്രദറിൻ്റെ ഈ ഒരു സൗഖ്യമാണോ വിശുദ്ധിയാക്കാനായിട്ടുള്ള ഒന്നാമത്തെ അല്ല ഒരു കാരണമേ ഉള്ളൂ, ഒരു ഒറ്റ കാരണമേ ഉള്ളൂ. ഒന്നെടുക്കും. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ കൊന്നോത്ത് ഗുഡ്ഷപ്പേഡ് മേജർ സെമിനാരിയിലാണ് ഉള്ളത്. ഇത് ബ്രദർ ജിനിൽ നല്ല രൂപതക്കാരനാണ്. അൽഫോൻസാമയെ വിശുദ്ധ അൽഫോൻസിയാക്കി മാറ്റിയതിൽ ഒരേ ഒരു കാരണമാണ് ഉള്ളതെന്ന് പറയപ്പെടുന്നു. അത് ഈ ബ്രദർ ജിനിലിൻ്റെ ഒരു സൗഖ്യമാണ്. ചെറുപ്പകാലത്തുണ്ടായിരുന്ന സൗഖ്യം, ഈ രോഗം ഭരണകാലത്ത് അൽഫോൻസാമയുടെ കബറെടുത്തെങ്കിൽ വിശ്വാസികളായ മാതാപിതാക്കളോടൊപ്പം അവിടെ പോയി മുട്ടുകുത്തി ആ കബറെടുത്തെങ്കിൽ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ അൽഫോൻസാമയുടെ മാധ്യസ്ഥത്തിലൂടെ ദൈവം ഒരു ലോകത്തിന് മുഴുവൻ വലിയ അത്ഭുതമായി തീർന്ന ഒരടയാളമായിട്ട് ബ്രദർ ജിന്നിലൂടെ പ്രവർത്തിച്ചു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തെ സന്തോഷം കേട്ടോ. ഇതൊരു അത്ഭുതമായിട്ട് ഉദ്ദേശം